യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലമാണ്. നമ്മളവിടെ ധ്യാനിക്കുന്നത് ഈശോ മിശിഹ കുരിശ് ചുമക്കുന്ന ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദൈവപിതാവ് ഈശോയെ ഏൽപ്പിച്ച കുരിശ് ഈശോ ചുമക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശോയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഒറ്റ വാക്കാലെ ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈശോ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത മാർഗം കുരിശിൻ്റെ വഴിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ കുരിശുകൾ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുന്നത്. ഈശോ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, എന്നെ ആർക്കെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയെ അനുഗമിക്കാനുള്ള ഒരു മാനദണ്ഡമാണ്, ഈശോയുടെ പുറകെ പോകണമെങ്കിൽ കുരിശെടുക്കേണ്ടതായിട്ട് വരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കുരിശുകളൊക്കെ ഉണ്ടാകും. പലപ്പോഴും ഈ കുരിശിൻ്റെ ഭാരം കൊണ്ട് ഇതെങ്ങനെയെങ്കിലും പോയാൽ, മാറിപ്പോയാൽ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഗെത്സമനയിൽ വെച്ച് ഈശോയും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ കുരിശെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു പക്ഷേ ഇന്ന് നീ അനുഭവിക്കുന്ന കുരിശ് ചെറിയൊരു കുരിശായിരിക്കാം. ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന കുരിശിൻ്റെ ഭാരം വലുതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്തോ ആയിക്കൊള്ളട്ടെ, അത് എനിക്കും നിങ്ങൾക്കുമായിട്ട് ദൈവം തരുന്ന ഒരു കുരിശാണ്. അത് നമ്മൾ തന്നെ എടുക്കണം. ദൈവം ഏത് കുരിശാണോ നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ എടുക്കും. ഒരുപക്ഷെ അത് രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, മനസ്സിൽ അസ്വസ്ഥതകളായിരിക്കാം, കുടുംബത്തെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, ജോലി മേഖലയിൽ അസ്വസ്ഥയായിരിക്കാം, പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു കുരിശാണ്. അത് നീ എടുക്കണം. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളായിരിക്കാം, ചിലരൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതും ചില കുരിശുകളാണ്. അവിടെ എളിമയോടുകൂടെ ആ കുരിശ് സഹിക്കുവാൻ, കുരിശെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലെ ഈ രണ്ടാം സ്ഥലം ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന കുരിശ് ഈശോ ചുമന്നതുപോലെ നമ്മളും കുരിശ് ചുമന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവേൽപ്പിച്ച കുരിശ്, നമുക്ക് തന്നിരിക്കുന്ന കുരിശ് എന്തോ ആയിക്കൊള്ളട്ടെ, ഏതോ ആയിക്കൊള്ളട്ടെ, അതുമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കർത്താവിനോട് കൃപ യാചിക്കുക. ഈശോ, ഈ സഹനം എടുക്കാൻ, ഈ കുരിശെടുക്കാൻ എനിക്ക് ശക്തി തരണം. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. കുരിശുകൾ വരുമ്പോൾ അസ്വസ്ഥരാകും, പരിഭവങ്ങളൊക്കെ പറയാം, വേദനിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈശോ ശക്തി തന്ന നമുക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന പോലെ നമുക്ക് ഓരോ ദിവസത്തെയും കുരിശെടുക്കാനായിട്ട് സാധിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് കർത്താവെ, സന്തോഷത്തോടെ നിന്നെ അനുഗമിക്കുവാനുള്ള വലിയ കൃപയും സഹനശക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.